നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ള മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2ൽ ഇമ്പോർട്ടൻ്റ് ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് നോക്കിയാൽ ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. മൊഡ്യൂൾ 2ൽ നിന്ന് ചോദിക്കാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. അവരുടെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ചോദിക്കാം. അതുപോലെ ബേസിക് ആയിട്ടുള്ള എൻ്റെ കുറച്ച് ഐഡിയ അറിഞ്ഞിരിക്കുക, എന്താണ് ഫങ്ഷണൽ എന്താണ് നോൺ ഫങ്ഷണൽ. ഓക്കെ, അത് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ, റിക്വയർമെൻറ്റ് വാലിഡേഷൻ, റിക്വയർമെൻറ്റ് ചേഞ്ച്, ഇതും അതുപോലെ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ, ഇതൊക്കെ വരുന്ന ഒരൊറ്റ ടോപ്പിക്കിൻ്റെ അണ്ടറിലാണ്. അത് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് പ്രോസസ്സ്. റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് പ്രോസസ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ഈ ക്ലാസിഫിക്കേഷൻ ഓരോന്നായിട്ട് എടുത്ത് പഠിക്കേണ്ട, ഈ പ്രോസസ്സ് മൊത്തത്തിൽ അങ്ങൊന്ന് വായിച്ചു വെച്ചേക്കുക, പഠിക്കുക. റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് പ്രോസസ്സ് പഠിക്കുക. ഓക്കെ, പാർട്ട് ബിയിൽ ചോദിക്കാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് പ്രോസസ്സ്. അത് ഏത് പ്രോസസ്സാണോ നമുക്ക് ചോദിക്കാമെന്ന് പറയാം. ചിലപ്പോൾ മൊത്തം എല്ലാ പ്രോസസ്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ റിക്വയർമെൻറ്റ് എലിസിറ്റേഷനോ വാലിഡേഷനോ മാത്രം സ്പെസിഫിക് ആയിട്ടും ചോദിക്കാം. സോ ഈ ഒരു പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് പ്രോസസ്സിൻ്റെ ആ ഒരു പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് പെർസോണ, സിനാരിയോസ്, യൂസർ സ്റ്റോറീസ്, ഫീച്ചർ ഐഡൻറ്റിഫിക്കേഷൻ. ഇതിൻ്റെ എല്ലാം ബേസിക് ഐഡിയ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. കാരണം ഒരു 3 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൂ. പെർസോണ എന്താണ്, സിനാറിയോ എന്താണെന്നൊക്കെ 3 മാർക്കിന് പാർട്ട് എയിലും എക്സ്പെക്ട് ചെയ്യാം, പാർട്ട് ബിയിലും ത്രൂ ഒരു 6 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പെർസോണ, സിനാറിയോസ്, യൂസർ സ്റ്റോറീസ്. ഓക്കെ, അത് മെയിനായിട്ട് ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞു. നെക്സ്റ്റ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആർക്കിടെക്ചർ സൈഡാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിൻ്റെ അകത്ത് വരുന്നതാണ് ഡിസൈൻ, ആർക്കിടെക്ചർ സ്റ്റൈൽ, ഡിസൈൻ പ്രോസസ്സ്, ഡിസൈൻ ക്ലാസ്, ബേസിക് കമ്പോണൻസ്, ഇതൊക്കെ എൻ്റെ അകത്ത് വരുന്നതാണ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിൻ്റെ അകത്താണ്. സോ ആ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിൽ തന്നെ ഇത്രയും ടോപ്പിക്സ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഹൗ മച്ച് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ അപ്പോൾ ആർക്കിടെക്ചർ ഡിസൈനും പഠിച്ചു വെച്ചിരിക്കുക. പാർട്ട് ബിയിൽ ആർക്കിടെക്ചർ ഡിസൈനോ അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് പ്രോസസ്സോ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ ആർക്കിടെക്ചറൽ ഡിസൈൻസ്, ഏതൊക്കെ ഡിസൈൻസ്, അത് ഡിസൈൻ പഠിക്കുക വിത്ത് ഫിഗേഴ്സ്, ഡിസൈൻ മോഡൽ, ഫിഗർ ആൻഡ് ഡീറ്റെയിൽസ് പഠിക്കുക. ഓക്കെ, അതേപോലെ 5 ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്. ആ 5 ഡിഫറെൻറ്റ് സ്റ്റൈൽസും അതിൻ്റെ ഫിഗറും പഠിക്കുക. ഡിസൈൻ പ്രോസസ്സ് ആണെങ്കിൽ അതിൻ്റെ 4 സ്റ്റെപ്സ് വിത്ത് ഫിഗർ, എല്ലാത്തിനും ഫിഗർ ഉണ്ടോ, ഫിഗർ വരച്ച് പഠിക്കുക. ഓക്കെ, സോ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൊഡ്യൂൾ 2ൽ നിന്ന്. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ബേസിക് ഐഡിയ ഉണ്ടായിരിക്കുക. പിന്നെ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് പ്രോസസ്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതുപോലെ ആർക്കിടെക്ചർ ഡിസൈൻ, സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ, ഇത് രണ്ടുമാണ് മോർ വെയിറ്റേജ് കൊടുക്കേണ്ട ടോപ്പിക്സ്. ബാക്കിയെല്ലാം നോക്കിയിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്ന മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3ൽ മെയിനായിട്ട് വരുന്ന ഡിസൈൻ പാറ്റേൺസ് ആണ്. ഡിസൈൻ പാറ്റേൺസ്, അതിൽ നമ്മൾ അതിൻ്റെ ബേസിക് ഐഡിയ അറിഞ്ഞിരിക്കുക ഡിസൈൻ പാറ്റേൺസിൻ്റെ. അതേപോലെ 4 എസെൻഷ്യൽ എലമെൻറ്റ്സും പഠിച്ചു. അതുപോലെ തന്നെ ഓപ്പൺ സോഴ്സ് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഡിഫറൻസ്, GPL, LGPL, BSD, ഈ 3 ഓപ്പൺ സോഴ്സ് ലൈസൻസ് ഉണ്ട്. മൂന്ന് മോഡൽസിൻ്റെ എന്ത് ചെയ്യുക, 3 ജനറൽ മോഡൽസ് ആണ്. ആ 3 മോഡൽസിൻ്റെ ഡിഫറൻസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓപ്പൺ സോഴ്സ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഒന്ന് ഞാൻ പറഞ്ഞു ഡിസൈൻ പാറ്റേണിൻ്റെ ഐഡിയ പഠിക്കുക, 4 എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട്, വിത്ത് ഫിഗർ പഠിക്കുക. നെക്സ്റ്റ് ഉള്ളത് ഓപ്പൺ സോഴ്സ് ഡിസൈൻ പാറ്റേൺസ്, 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ K2 ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, പാർട്ട് ബിയിൽ വരാം ഡിസൈൻ പാറ്റേൺസ്. ഓൾമോസ്റ്റ് അത് 3 മാർക്കിനുള്ള ടോപ്പിക്കാണ് ഡിസൈൻ പാറ്റേൺസ്. നെക്സ്റ്റ് വരുന്നത് ഓപ്പൺ സോഴ്സ് ഡെവലപ്മെൻറ്റ്, GPL, LGPL, BSD, അവരുടെ ഡിഫറൻസ് അല്ലെങ്കിൽ അത് essay ആയിട്ട് ചോദിക്കാം. ഓപ്പൺ സോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ essay ചോദിക്കാം. പിന്നെ ഉള്ള റിവ്യൂ ടെക്നിക്സ്. റിവ്യൂ ടെക്നിക്സിൻ്റെ അകത്താണ് ഇൻഫോർമൽ റിവ്യൂ, ഫോർമൽ ടെക്നിക്കൽ റിവ്യൂ, പോസ്റ്റ് മോർട്ടം ഇവാലുവേഷൻ. ഇതിൻ്റെ എല്ലാം ടൈപ്സും അതേപോലത്തെ മെയിൻ ഐഡിയ എന്താണ്, അതിൻ്റെ ഗോൾ, അതെല്ലാം നോക്കി വെച്ചിരിക്കും. ഓക്കെ അല്ലേ, റിവ്യൂ ടെക്നിക്സ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വരുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസിൽ അതിൻ്റെ ടൈപ്സ് ഉണ്ട്. അത് മെയിനായിട്ട് യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്, അതേപോലെ വാലിഡേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ്. ഈ ഓരോ ടെസ്റ്റിങ്ങിൽ ഓരോരോ ഫങ്ഷൻസ് കാണും. ആ ഫങ്ഷൻസ് നോക്കുക. മെയിൻ പർപ്പസ്, ഓരോ ടെസ്റ്റിൻ്റെ മെയിൻ പർപ്പസ് നോക്കുക. അതുപോലെ ആ ഒരു ടെസ്റ്റിൻ്റെ ഓരോ ഫങ്ഷണാലിറ്റി കാണുമല്ലോ, ഫങ്ഷണാലിറ്റി പഠിക്കുക. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടെക്നിക്, അത് നമുക്കൊരു പാർട്ട് ബിയിൽ ചോദിക്കാവുന്നൊരു ടോപ്പിക്കാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഒക്കെ വരുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്ന തന്നെ ടോപ്പിക്കാണ് എന്ത്, വൈറ്റ് ബോക്സും. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് ആണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ടതാണ് എന്ത്, വൈറ്റ് ബോക്സും അതുപോലെ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. ഇത് രണ്ടും 3 മാർക്കിനൊക്കെ ചോദിക്കാം. വാട്ട് ഈസ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്, ഡിഫറൻസ് ബിറ്റ്വീൻ വൈറ്റ് ബോക്സ് ആൻഡ് ബ്ലാക്ക് ബോക്സ്. ഓക്കെ, പിന്നെ വരുന്നത് ടെസ്റ്റ് ഡ്രിവൻ ഡെവലപ്മെൻ്റ് ആണ്. ടെസ്റ്റ് ഡ്രിവൻ ഡെവലപ്മെൻറ്റിൽ
മെയിനായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ്, യൂസേജ്, ഫങ്ഷൻസ്, ഓക്കെ, അതിൻ്റെ എന്തൊക്കെ ആക്ടിവിറ്റീസ്, മെയിനായിട്ടുള്ള ബെനിഫിറ്റ്സ്, ഇതൊക്കെ ചോദിക്കുന്നതാണ് ഏത് ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെൻറ്റ്. ഓക്കെ, പിന്നെ മൊഡ്യൂൾ 3 പിന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഹൈ വെയിറ്റേജ് കൊടുത്തൊന്നും പറയാൻ പറ്റില്ല, കാരണം എല്ലാ ടോപ്പിക്സിലും എന്താണ് മാറിയും തിരിഞ്ഞാണ് പല ഇയേഴ്സിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഓവർവ്യൂ ഓഫ് ഡിവോപ്സും കോഡ് മാനേജ്മെൻറ്റും. ഇതിലൊന്ന് വരുന്നത് എന്താണ്, ഡിവോപ്സും കോഡ് മാനേജ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. ഇതിൻ്റെ അകത്ത് തന്നെ എന്തോ ഡിവോപ്സ് ഓട്ടോമേഷനും അതിൻ്റെ അകത്ത് കുറച്ച് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്, അത് നോക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഡെലിവറി ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതൊക്കെ എവിടെ വരുന്നതാണ്, ആ ഒരു ഡിവോപ്സ് കോഡ് മാനേജ്മെൻറ്റിൻ്റെ അകത്ത് വരുന്നതാണ് ഈ കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷനും ഡെലിവറി ഡിപ്ലോയ്മെൻറ്റ്. സോ ഇതെല്ലാം ആ ഒരു ഡിവോപ്സ് ഓട്ടോമേഷൻ പഠിക്കണം. ഓക്കെ, അതിൻ്റെ ലോജിക്ക് മെയിനായിട്ട് അതിൽ കുറേ ഫിഗേഴ്സ് ഉണ്ട്, ആ ഡെവലപ്മെൻറ്റിൻ്റെയും ഡിപ്ലോയ്മെൻറ്റിൻ്റെയൊക്കെ അത് നോക്കുക. നെക്സ്റ്റ് സോഫ്റ്റ്വെയർ എവല്യൂഷൻ, നീഡ് ആൻഡ് ഹൗ ടു ഹാൻഡിൽ. സോഫ്റ്റ്വെയർ എവല്യൂഷൻ അത്ര ഒരു 3 മാർക്കിനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. സോഫ്റ്റ്വെയർ എവല്യൂഷനും വരുന്നുണ്ട്, അതുപോലെ സോഫ്റ്റ്വെയർ മെയിൻ്റെനൻസും ടൈപ്സ് ഓഫ് മെയിൻ്റെനൻസ് ഒക്കെ ചോദിക്കാം. സോഫ്റ്റ്വെയർ എവല്യൂഷൻ പ്രോസസ്സിൻ്റെ ഫിഗറൊക്കെ നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ മൊഡ്യൂൾ 3 ഓവറോൾ ഡിസൈൻ പാറ്റേൺസ് പഠിക്കാം, 4 ഡിസൈൻ പാറ്റേൺസിൻ്റെ മെയിൻ ഐഡിയ പഠിക്കണം. അതുപോലെ ഓപ്പൺ സോഴ്സ് ഡെവലപ്മെൻറ്റ്, GPL, LGPL, PSD ഒക്കെ എന്താണെന്ന് നോക്കുക. റിവ്യൂ ടെക്നിക്സ് നോക്കണം. പിന്നെയുള്ളത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിൻ്റെ സ്ട്രാറ്റജീസ് ഒരു essay ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. പിന്നെ ഇത് ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെൻറ്റും ഡിവോപ്സ് ആൻഡ് കോഡ് മാനേജ്മെൻറ്റ്. ഇതൊക്കെ മോർ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ടോപ്പിക്സാണ്. ഓക്കെ.